ഗുരുഭ്യോ നമഃ. നമ്മുടെ ഇന്നത്തെ തിരുവാതിരക്കളി ക്ലാസ് നമുക്ക് കാണാം. അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഓർഡർ പറഞ്ഞു കൊടുക്കുന്നു. അതായത് ഞാൻ വിചാരിക്കുന്നത് അവർ ഉദ്ദേശിക്കുന്നത് തിരുവാതിരക്കളിയുടെ ഓർഡറാണോ, ഇനി ഞാനിട്ട ചാനൽ വീഡിയോസിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ തിരുവാതിരക്കളിയുടെ ഓർഡറാണെങ്കിൽ നമുക്കത് പറഞ്ഞു തരാം. ഞാൻ ആദ്യം നമ്മൾ ഗണപതി സ്തുതിയോടുകൂടിയാണ് തുടങ്ങുന്നത്. മിക്കവർക്കും അറിയാം, അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ഗണപതി സ്തുതി കഴിഞ്ഞാൽ ദേവി സ്തുതിയാണ്. ദേവി സ്തുതി, സരസ്വതി ദേവി, ദേവി സ്തുതിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടത് പദമാണ്. പദം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പദങ്ങൾ എടുക്കുന്ന കഥകളി പദങ്ങളാണ് സാധാരണ എടുക്കാറുള്ളത്. കഥകളി പദങ്ങളിൽ നിന്നാണ് നമ്മൾ പദം എടുക്കുക. പദം കഴിഞ്ഞതിനടുത്ത് നമുക്ക് കുറത്തിയാണ്, പിന്നെ അതിന് വഞ്ചിപ്പാട്ടാണ്, പിന്നെ കുമ്മി, പിന്നെ മംഗളം. ഇതാണ് ഇതിൻ്റെ ഓർഡർ. അതായത് കുറത്തിപ്പാട്ട് കഴിഞ്ഞിട്ട് പിന്നെ വഞ്ചിപ്പാട്ട്. ചില സ്ഥലങ്ങളിൽ തിരിച്ച് ചെയ്യുന്നുണ്ട്. കുമ്മി കഴിഞ്ഞിട്ട് വഞ്ചി, അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ അറിവിൽ കുറത്തിപ്പാട്ട് കഴിഞ്ഞിട്ട് വഞ്ചിപ്പാട്ട് കഴിഞ്ഞിട്ട് കുമ്മി കഴിഞ്ഞിട്ട് മംഗളം. ഇതാണ് എൻ്റെ അറിവുള്ളതാണ്. ഇതിനേക്കാൾ നല്ല അറിവുള്ളവരാണെങ്കിൽ എനിക്ക് ചോദിക്കുക. എൻ്റെ അറിവുള്ള ഞാൻ പറയുന്നത്, എന്ത് സംശയം ചോദിച്ചാലും ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. എനിക്ക് അഥവാ അറിഞ്ഞുകൂടെങ്കിൽ അറിയാവുന്ന ആരോടെങ്കിലും ചോദിച്ചിട്ടാണ് സാധാരണ സംശയം തീർത്ത് കൊടുക്കാറുള്ളൂ. അതാണല്ലോ അതിൻ്റെ മര്യാദ. അതുകൊണ്ട് നമുക്ക് ഇന്ന് ക്ലാസ് തുടങ്ങാം. പുതിയ ക്ലാസ് തുടങ്ങാം. ഒരു സ്റ്റെപ്പ് നമുക്ക് പഠിക്കാം. നമസ്കരിക്കാം. ഒരു സ്റ്റെപ്പാണ് ഇതാണ്. നമ്മൾ ആദ്യം കൈ ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് താഴെ കണ്ടോ, ഇങ്ങനെ 1 2 എന്ന് പറഞ്ഞു. 1 2 3 വലതുകാലം കൊണ്ട് വെച്ചു. 3 പിന്നെ ഇടതുകാലം കൊണ്ട് വെച്ചു. 4 വീണ്ടും വലതുകാലം. 5 വീണ്ടും വലതുകാലം. 6 വീണ്ടും വലതുകാലം. 7 8 കൊണ്ട് വെച്ചു. ഒന്നുകൂടെ പറഞ്ഞുതരാം. 1 2 അത് കുഴപ്പമില്ലല്ലോ. ഇനി 3 അതാ കുറേ കാലം കൊണ്ട് വെച്ചു. 3 4 5 6 7 8 ഇതാണ് സ്റ്റെപ്പ്. 1 2 ഇവിടെ തിരിഞ്ഞ് കാണിക്കാം. പഠിക്കാനുള്ളവർക്ക് ഇവിടെ തിരിഞ്ഞ് കാണിച്ചു തരാം. 1 2 വലതുകാല് 3 ഇടതുകാല് കുറേ വെച്ചു. 4 വീണ്ടും വലതുകാല്. 5 വീണ്ടും വലതുകാല്. 6 പിന്നെ വലതുകാല്. 7 8 അങ്ങനെ മനസ്സിലായല്ലേ അല്ലേ? ചെയ്തു. 1 2 3 4 5 6 7 8 ഫ്രണ്ട് വരണം. 7 8 ഫ്രണ്ട് വരണം. 5 6 വരെ. അപ്പോൾ 1 2 നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ 3 4 5 6 വരെ നമ്മൾ ഇങ്ങനെ വന്നു. 7 8 മുമ്പോട്ട് വരുന്നു. ഒന്നുകൂടി ചെയ്യാം. 1 2 3 4 5 7 8 ഇത്രയേ ഉള്ളൂ. പ്രാവശ്യം ചെയ്യാം. 1 2 3 നമുക്ക് ആദ്യം വലത് കാലം, ഈ കാലം തന്നെ കഴിക്കുന്നത്. ആദ്യം കാലം മാറ്റി വെച്ച് ഇടത് കാലാണ് ആദ്യം പ്രയോഗിക്കുന്നത് അല്ലേ? 1 2 3 അതെ 4 5 6 7 8 7 8 നേരെ വരണം. ആദ്യം നന്നായിട്ട് ഇതാണ്. ഒന്നുകൂടെ ചെയ്യാം. 1 2 3 4 5 6 7 8 മനസ്സിലായോ? അപ്പോൾ ഇത് തന്നെ നമ്മളിതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇതേ തന്നെയാണ്. പക്ഷെ ലെഫ്റ്റ് നമ്മുടെ റൈറ്റ് സൈഡിലാണ് ചെയ്തത്. ഇത് ലെഫ്റ്റ് സൈഡിൽ തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് ചെയ്യാൻ പോവാണ്. 1 2 കണ്ടോ? ഇനി ഇടതുകാലം പറയുന്നു. 3 വലതുകാലം. 4 5 ഇടതുകാലം. 6 ഈ കാലം ഇടതുകാലം തന്നെ. 7 8 നമ്മൾ ആദ്യം വലതുകാലം വെച്ചു. ഇതിന് ഇടതുകാലം വെച്ചു. മനസ്സിലായോ? മറ്റത് ഈസിയാണ്. അപ്പോൾ ഇത് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. നോക്കാം നമുക്ക്. 1 2 ഇടതുകാലം. 3 അതെ 4 5 6 ഇനി ഇടതുകാലം. 7 8 അത്രയേ ഉള്ളൂ. നമുക്ക് ചേർന്ന് ചെയ്ത് നോക്കാൻ ഒന്ന് ഇത് ചെയ്യാം. 1 2 വലതുകാലം. 3 4 5 6 7 8 ഇനി ഇടതുകാലാണ്. 1 2 3 4 5 6 7
8. നന്നായിട്ട് മനസ്സിലായത്. ഒരശ്രമം ചെയ്യാം. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. ഇനി ഇടതുകാലം മുമ്പോട്ട് വയ്ക്കണം. നമ്മൾ ആദ്യം വലതുകാലം മുമ്പോട്ട് വെച്ചു. 7 8 രണ്ടാമത് ഇടതുകാലം വയ്ക്കണം. ഒരശ്രമം ചെയ്യാം. 1 2 3 4 5 6 7 8. ഇനി കഴിയാം. 1 2 ഇടതുകാലം 3 4 5 6 ഇടതുകാലം കൊണ്ട് 7 8. ഇത്രയേ ഉള്ളൂ. സംശയമില്ല. അങ്ങനെ മനസ്സിലായല്ലേ അല്ലേ? ശരി, ചെയ്ത് നോക്കാം അല്ലേ? ചെയ്തോളൂ. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. നന്നായിട്ട് മനസ്സിലായ സ്റ്റെപ്പ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള സ്റ്റെപ്പാണ് ആദ്യമൊക്കെ അല്ലേ? പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈസിയാണ് സ്റ്റെപ്പ്. പഠിക്കാത്തവർക്ക് ഇപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. പഠിക്കാനെടുക്ക് ഈസിയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ കൈ ഒന്ന് എടുത്ത് നോക്കാം. കൈ ചെയ്ത് നോക്കാം അല്ലേ? ചെയ്തോളൂ. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. നന്നായിട്ട് മനസ്സിലായ സ്റ്റെപ്പ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള സ്റ്റെപ്പാണ് ആദ്യമൊക്കെ അല്ലേ? പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈസിയാണ് സ്റ്റെപ്പ്. പഠിക്കാത്തവർക്ക് ഇപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. പഠിക്കാനെടുക്ക് ഈസിയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ കൈ ഒന്ന് എടുത്ത് നോക്കാം. കൈയും കൂടെ എടുത്തിട്ട് നമുക്ക് ചെയ്യണം. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഒട്ടും സംശയമില്ല. നന്നായിട്ട് മനസ്സിലായില്ലേ? ശരി, കൈയും കൂടെ എടുത്തിട്ട് നമുക്ക് ചെയ്യണം. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഒട്ടും സംശയമില്ല. നന്നായിട്ട് മനസ്സിലായില്ലേ? ശരി, 2 സ്റ്റെപ്പ് നന്നായിട്ട് മനസ്സിലായി. ഇന്നത്തെ ക്ലാസ് നിർത്താം. അടുത്ത ക്ലാസ്സിൽ കാണാം. കളി കണ്ടിട്ടുണ്ടല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അത്ര വലിയ സ്റ്റെപ്പ് ഇച്ചിരി നീളത്തിലുള്ള സ്റ്റെപ്പായിട്ട് തോന്നിക്കും. പക്ഷെ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ നിങ്ങളെ ശ്രദ്ധിച്ച് നോക്കും, മനസ്സിലാവും. ചെറിയ ചെറിയ സ്റ്റെപ്സാണ്. ഇച്ചിരി നീളമായിട്ട് തോന്നിക്കും എന്നുള്ളൂ. ഒരു സ്റ്റെപ്പ് ഒരെണ്ണം വളരെ സിമ്പിളായിട്ട് തന്നെ എപ്പോഴും നമ്മൾ ചെയ്യും. ഞാൻ ഫസ്റ്റ് എൻ്റെ ഇതിൽ ഇട്ടിട്ടുള്ള സ്റ്റെപ്പ് തന്നെയാണ്. ഇത്രയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം.